അപ്പം ആസ് എ വൈൽഡ് കാർഡ് ആയിട്ട് കേറുമ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടോ? ഈ ഗെയിം ചേഞ്ച് എന്നുള്ളതല്ല, എന്റെ ഗെയിമിലേക്ക് എല്ലാവരും കൊണ്ടുവരും. അതാണ് എന്റെ ഒരു പ്ലാൻ. ഞാൻ ഗെയിം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഗെയിം ഉണ്ടാക്കുന്ന ആരാ? ബിഗ് ബോസ് ആണ്. അങ്ങനത്തെ ബിഗ് ബോസ് ആണ് കണ്ടസ്റ്റൻസിനെ വെച്ചും ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. അവരെ ഗെയിം എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്റെ രീതിക്ക് കൊണ്ടുവരാം, കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരും. അപ്പൊ കണ്ടസ്റ്റൻസിനൊക്കെ സോപ്പിട്ട് നിൽക്കാനുള്ള ഒരു പരിപാടി ഉണ്ടോ? സോപ്പിട്ടാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ വരിക. ഞാനിപ്പോ സംസാരിക്കുകയാണ് നിങ്ങളോട്, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ സർവൈവ് ചെയ്യണമെങ്കിൽ ഇവന്റെ ഒപ്പം നിന്നാൽ പറ്റുന്നുള്ള തോന്നൽ വന്നാൽ ആള് കൂടെ പോരുമല്ലോ. ഇല്ല ഒറ്റയ്ക്ക് നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാം. പൊട്ടിക്കറി വെച്ചപ്പാടും ഉണ്ടാവും, ഇല്ലായിരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പൊതുവെ ഭയങ്കര. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയുള്ള. അതായത് ഞാൻ നോർമൽ ലൈഫിൽ ഇപ്പോ റോഡ് കൂടി നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാലും നമുക്ക് അത്ര കുഴപ്പമില്ല. കാരണം വേറെ വഴികളുണ്ട്, കേസ് കൊടുക്കുക, ഫ്രണ്ട്സിനോട് പല രീതിയിൽ. ഒരു വീട്ടിനകത്ത് ആരുമില്ല, ഒന്നുമില്ല, പൊട്ടിത്തെറിച്ചേ പറ്റൂ. പിന്നെ എല്ലാം നോക്കുമ്പോൾ കണ്ടന്റ് ആണ് അവിടെ. എൻഡ് ഓഫ് ദ ഡേ പ്രമോ പോകണം, അടുത്ത പ്രമോ കാണിക്കുമ്പോൾ മുഖം വരണം, ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ വേണ്ടിട്ട് എന്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് പക്ഷേ തോന്നുന്നു ഇതുവരെയുള്ള ഇപ്പൊ നിങ്ങള് ഒരു അഡ്വാൻറ്റേജ് എന്നും പറയാം, ഡിസ്അഡ്വാൻറ്റേജ് എന്നും പറയാം വൈൽഡ് കാർഡ് ആയിട്ട് കയറുമ്പോൾ. കാരണം പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് കയറാൻ പറ്റുക. പക്ഷെ അതൊരു ഇതേപോലെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടും തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോ ആ വീടിനകത്തുള്ള ആളുകൾ ഇതുവരെ ഒരു യൂണിറ്റി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ വ്യക്തികൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആരും അത്ര യൂണിറ്റി ഇല്ല. പക്ഷെ ഒരു വൈൽഡ് കാർഡ് വരുമ്പോ ഇവരെല്ലാം ഒറ്റക്കെട്ടാവും. അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിന് പേടിയുണ്ടോ? ഒരു പേടിയില്ല, പോയിട്ടാണ്ട് കളിക്കുന്നു, പോയിട്ടാണ്ട് പൊളിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റില് മീൻസ് ഡൗൺ ആവും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ലൈക് സായിനെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡാണ്. ഫുഡ് ഞാനായിട്ട് ഡൗൺ ആവാണെങ്കിലേ ഉള്ളൂ. ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം തടി കുറച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പ്രശ്നമില്ല, തടിക്കുന്ന ഫേസിലാണ് ഇത് നടന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് ഭയങ്കര സീനാണ്. എനിക്ക് എന്റെ ഫുഡിൽ ഒരാൾ കൈയിടുന്നത് ഇഷ്ടമല്ല, എന്റെ ഫുഡ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഫുഡ് എന്റെ പ്ലേയിൽ ഞാൻ, കാരണം എനിക്ക് അങ്ങനെ ഒരു ട്രോമ കിട്ടി വളർന്ന ഒരാളാണ്. നീ പറഞ്ഞ ഫുഡ് ട്രോമ പാരന്റ്സ് ഫാമിലി, അതായത് നീ ആവശ്യമുള്ള ഫുഡ് മേടിച്ചോ കഴിക്കും. എക്സ്ട്രാ വേണമെങ്കിൽ ആദ്യം പറഞ്ഞോ, വല്ലവന്റെ പ്ലേറ്റ് കൈയിട്ട് വേറെ എടുത്തു, അവനാന്റെ കൈ കൊണ്ട് എച്ചിന് കൈ കൊണ്ട് വേറെ ആക്കി എടുത്തു കൊടുക്കരുത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതില്ല. അപ്പൊ പിന്നെ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു അവിടെ അൺഫോർച്ചുനേറ്റ്ലി ഫുഡിന്റെ കാര്യത്തിലാണ് എല്ലാ ചായകൾ തുടങ്ങി അടിയാ. കണ്ടന്റിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയി. അവര് സില്ലി മാറ്റേഴ്സിന്, അതായത് പേഴ്സണൽ സ്പേസിക്ക് ആരും കയറിയിട്ട് ഇപ്പൊ ഉണ്ടായൊരു ഇടി ഇൻസിഡന്റ് അല്ലാതെ ബാക്കിയൊക്കെ ഇങ്ങനെ ദോശ ചട്ടിനി അങ്ങനെ പോവാണ്.